രണ്ടാമത് T20 തോറ്റതോടെ പരമ്പര 1-1 സമനിലയിലായിരിക്കുകയാണ് കേട്ടോ ഇരു ടീമുകളും. നാളെ നടക്കാനിരിക്കുന്ന അവസാന മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഇരു ടീമുകൾക്കും. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു കണക്ക് ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. T20 നാണംകെട്ട തോൽവിക്ക് പകരം വീട്ടണമെങ്കിൽ ഈ ഒരു മത്സരം എങ്ങനെയെങ്കിലും ജയിച്ചിട്ട് ഈ ഒരു പരമ്പര സ്വന്തമാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ടീമിൽ പല ചേഞ്ചുകൾ വരുത്തിയിട്ടാണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ഗില്ലും രോഹിത്തും കൂടിയിട്ട് തന്നെയായിരിക്കും കേട്ടോ. അവിടെ നിലവിൽ രോഹിത് ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ കൂടി രോഹിത്തിനെ എന്തായാലും ഈ ഒരു സീരീസിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പകരക്കാരനായിട്ട് ഇറക്കാനുള്ളത് ഇഷാൻ കിഷാൻ കൂടി ആയതുകൊണ്ട് ഇഷാൻ കിഷാനും ഫോം ഔട്ട് ആയതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഇൻപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല. ഗില്ലിലേക്ക് വരുന്ന സമയത്ത് നിലവിൽ ഗില്ലിൻ്റെ പണി കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ക്യാപ്റ്റൻ ആണെന്ന നിലയിലും അതേപോലെ തന്നെ ഒരു ഓപ്പണർ ബാറ്റർ എന്ന നിലയിലും ആ ഒരു പൊസിഷൻ രണ്ടും ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത് പൊസിഷനിലായിട്ട് കോഹ്ലിയാണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്. കോഹ്ലി നിലവിൽ ഫസ്റ്റ് കളി ഫ്ലോപ്പ് ആയെങ്കിൽ കൂടി രണ്ടാമത്തെ കളിയിൽ പ്രതീക്ഷിക്കുന്നു ഉയരാൻ കോഹ്ലിനെ കൊണ്ട് സാധിച്ചു. കഴിഞ്ഞ കളിയിൽ 200 മുകളിൽ റൺസ് പോകാൻ തന്നെ കാരണം കോഹ്ലി തന്നെയാണ് കേട്ടോ. കോഹ്ലിയും ശ്രേയസ് അയ്യറിൻ്റെയും ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു കേട്ടോ ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. നാലാമത് പൊസിഷനിലായിട്ട് ഇറങ്ങുന്നത് ശ്രേയസ് അയ്യറാണ്. ശ്രേയസ് അയ്യറും T20 തന്നെ അതേപോലെ തന്നെ തുടർന്ന് വന്ന വൺ ഡേ മാച്ചിലാണെങ്കിൽ തന്നെ ശ്രേയസ് അയ്യറുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ടീമിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്താണോ അത് മാക്സിമം ശ്രേയസ് അയ്യർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അഞ്ചാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഇഷാൻ കിഷാന് പകരം KL രാഹുൽ ടീമിലേക്ക് തിരിച്ചു വരികയായിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ ചെറിയ ശാരീരിക അസ്വസ്ഥത കാരണം ടീമിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാൽ തന്നെ ഇഷാൻ കിഷാന് പ്രതീക്ഷിക്കത്തോ ഉയരാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. KL രാഹുൽ കഴിഞ്ഞ കളിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കളി തോൽക്കില്ല എന്ന് ചർച്ചകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ KL രാഹുലിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യതയാണ് അവിടെ കാണുന്നത് കേട്ടോ. പിന്നെ 6, 7, 8 പൊസിഷനുകളിലായിട്ട് വാഷിങ്ടൺ സുന്ദർ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ ഓൾറൗണ്ടർമാരാണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കളിയിൽ അക്ഷർ പട്ടേലും വാഷിങ്ടൺ സുന്ദറും കൂടി നല്ല കളി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ കളി ജയിപ്പിച്ചത് തന്നെ അവർ രണ്ടുപേരും കൂടിയായിരുന്നു. അക്ഷർ പട്ടേൽ കൂടാതെ 4 വിക്കറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കളിയിൽ. രണ്ടാമത് ഇന്നിങ്സിൽ രണ്ടുപേരും ഫ്ലോപ്പ് ആവുകയുണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടീമിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. ശിവൻ ദുബെ മാത്രമാണ് കേട്ടോ പ്രതീക്ഷിക്കത്തു ഉയരാതെ പോകുന്നൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ളത്. 9, 10, 11 പൊസിഷനുകളിലായിട്ട് ഗുർനൂർ ബ്രാർ, ബുംറ, പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് കേട്ടോ ഈ 3 ബോളേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബുംറ ടീമിലേക്ക് തിരിച്ചു വന്നത് കൊണ്ടാണോ അതോ ഇവരുടെ കോമ്പിനേഷൻ ക്ലിക്കായതാണോ എന്നറിയില്ല. എന്നിരുന്നാൽ തന്നെ 2 മാച്ചുകളിലും നല്ല രീതിയിൽ ഈ 3 ബോളേഴ്സ് ബോൾ ചെയ്തിട്ടുണ്ട്.